ഹലോ, നമസ്കാരം. നമ്മൾ പുതിയ വീട് എടുക്കുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ നമുക്ക് നോക്കാം. വയറിങ്ങും ബന്ധമായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് അതിലേക്ക് വർക്കിന് ആവശ്യമായ ഒരു കറണ്ടാണ്. ഈ വീഡിയോയിൽ 3 കാര്യം പറയേണ്ടത് എന്തൊക്കെ ആവശ്യമാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ പല കറണ്ടിൻ്റെ വർക്ക് വേണ്ടി, ടൈൽസ് വർക്ക്, ഇലക്ട്രിക് വർക്ക്, ഇതിന് നമുക്ക് വേണ്ടത് ഒരു താൽക്കാലിക കണക്ഷനാണ് വേണ്ടത്. ഇതാണ് ആദ്യം ഫസ്റ്റ് ഒരു വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം വീട് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ റൂമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രിക്കിൻ്റെ DB ഉണ്ടല്ലോ, MCB ഫീസുകളൊക്കെ വരുന്ന DBകൾ ഫിറ്റാക്കാൻ ഒരു റൂം കാണണം. ഇലക്ട്രിക് റൂം, ഒരു ചെറിയ റൂം, പ്രെയർ റൂമുണ്ടല്ലോ, അവിടെ സജ്ജീകരിച്ചാൽ മതി. അങ്ങനെ റൂം അത്യാവശ്യമാണ്. അങ്ങനെ ഈ DBയിലാണ് എല്ലാ വകുപ്പും കൊണ്ടുപോകുക. ടൈമർ ഉണ്ടാവും, മീറ്റർ ഉണ്ടാവും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇതേമാതിരി റൂം, ഇതെനിക്ക് നിസ്കാര റൂം, പ്രെയർ റൂമൊക്കെ ആക്കി മാറ്റാം. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ DB ഫിറ്റാക്കാം. ഇപ്പോൾ മൂന്ന് DB ഫിറ്റാക്കാം, നല്ല വലിയ DB. ഇതാണ് ഏറ്റവും സേഫ്റ്റി. നമുക്ക് ഇനി പല എക്യുപ്മെൻറ്റും ഒരു 10 കൊല്ലത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതാ, ഈ വീട്ടിൽ 3 DB ആണ് ഫിറ്റാക്കിയിട്ടുള്ളത്. ഈ 3 DB ഫിറ്റാക്കിയിട്ട് ഈ സെൻട്രൽ DBൻ്റെ താഴെ ഒരു ഇൻകം പൈപ്പ് വരെയുണ്ട്. അതിൽ കൂടെ തന്നെ പുറത്തേക്ക് ഔട്ട് ഡോർ പൈപ്പൊക്കെ കൊടുക്കാനില്ല. ഇത് വർക്ക് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ കാണിക്കാൻ. പിന്നെ ഈ അടിച്ചുകൊണ്ടൊക്കെ ഒരു 25 mm പൈപ്പാണ്. വയറിങ്ങിൻ്റെ 25 mm പൈപ്പാണ് അടിച്ചിട്ടുണ്ട്. ഇതാ, ഇത് 18 MD ബോക്സിലായി 3 ബോക്സ് വെച്ചിട്ടാണ് കേബിൾ MD ബോക്സിന് വേണ്ടിയിട്ട്. എല്ലാം ബന്ധമുണ്ട്. DBയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഇതാ, DB തമ്മിൽ 2 പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്, മുകളിൽ കൂടി ബന്ധമുണ്ട്. ഇനി അടിയിൽ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ ആദ്യം രണ്ടാമത് കാണേണ്ടത് ഒരു DB കൺട്രോൾ റൂമാണ് വേണ്ടത്. DB വെക്കാനോ റൂം, അവിടെ 1 or 2 DB ഒതുക്കുക. 2 or 3 DB ആണ് മിനിമം വെക്കേണ്ടത്. നമ്മൾ ഒരു വീട്ടിൽ, ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീട്ടിൽ വെക്കേണ്ടത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വയറിങ് ചെയ്യുമ്പോൾ ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അഡാപ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വയറിങ് ചെയ്യേണ്ടത്. അഡാപ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. വയറിങ് ചെയ്യേണ്ടത് അഡാപ്റ്റർ നിർബന്ധമായും ഉപയോഗിക്കണം. ഇനി അഡാപ്റ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് ഈ പൈപ്പാണ്, 20 mm പൈപ്പാണ്. വൈദ്യുതി പൈപ്പുമ്പോൾ ലേബിൾ ഉണ്ടാവും. ഇത് നമുക്ക് കിട്ടുന്ന നല്ല ഉപയോഗിക്കാം. 25 mm പൈപ്പ് നമ്മൾ അഡാപ്റ്റർ ഉപയോഗിക്കുമ്പോൾ മെയിന്. പിന്നെ 20 mm പൈപ്പ് ഉപയോഗിക്കാം. അത് നമ്മൾ ഒരു ബൾബ് ഹോൾഡർ പോകുന്നവർക്ക് ഒരു ബൾബിൻ്റെ കേബിൾ വലിച്ചാൽ ഈ 20 mm പൈപ്പ് ഉപയോഗിക്കാം. മെയിൻ വലിച്ചാലൊക്കെ നമ്മൾ 25 mm പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതായി കാരണം ഇത് 20 mm 25 mm പൈപ്പാണ്. ഈ 25 mm പൈപ്പ് ഇതെങ്ങനെ പോവാം. ഇങ്ങനെ 3 പൈപ്പ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ അവസരത്തിൽ നമ്മൾ ഇങ്ങനെ സിമെൻ്റ് ഇട്ട് കാണ്ടി ചെയ്യാം. അത് അപ്പോഴേ സിമെൻറ്റ് ചെയ്യാൻ കഴിയും നമുക്കിതാ. തട്ടാണ്ട് പൊടിയൊക്കെ ഇട്ടോ ഇന്നിങ്ങനെ ഈ 20 mm പൈപ്പാണ് മേലെ കിട്ടിയിട്ടുണ്ട്. ഇത് തൽക്കാലം 2 or 3 കേബിൾ പോകാൻ വേണ്ടി സ്റ്റെപ്പിന് ഇട്ടാൽ സ്റ്റെപ്പ് ആവശ്യമില്ല. അപ്പോൾ ഈ 20 mm പൈപ്പിൽ ഇത്ര കേബിൾ പോകില്ല, അത് തിക്നെസ് വരാണ്. അതുകൊണ്ടാണ് ഇതിൽ 3 പൈപ്പ് 25 mm ഉണ്ട്. ഒന്നും കൂടെ നോക്കാം. ഇതൊക്കെ 25 mm പൈപ്പാണ് കണ്ടോ. ഈ കോ ബോക്സിൻ്റെ അവിടെ കയറ്റിയിട്ടുണ്ട്. ആ കോ ബോക്സിൻ്റെ അവിടെ ആ ഈ ഗ്രൈൻഡറിൻ്റെ കീട്ടി ഒന്ന് തിരിച്ചാൽ കുറച്ച് വലുതാവും, നമുക്ക് കയറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
25 ഉപയോഗിച്ച പൈപ്പ് ഉപയോഗിക്കാം. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഒരു വീട് കയറ്റുകയാണെങ്കിൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ ഇതിന് ഒരു താൽക്കാലിക കണക്ഷൻ ഉണ്ടാക്കണം. താൽക്കാലിക കണക്ഷൻ എടുക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ DB ഫിറ്റ് ചെയ്യാൻ ഒരു റൂം കണ്ടുപിടിച്ചോ. ഈ DB ഫിറ്റ് ചെയ്യാൻ ഒരു റൂം നമ്മൾ കണ്ടുപിടിക്കും. അത് പ്രയർ റൂം ആയാലും മതി. ഒരു വീടിന് നടുക്ക് വേണ്ട സെൻറ്റർ റൂമായിരിക്കണം. എല്ലാ ഭാഗത്തേക്കും അവിടെ നിന്ന് കേബിൾ കൊണ്ടുപോകുമ്പോൾ കേബിൾ അധികം ലോങ് വരാൻ പാടില്ല, അപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അങ്ങനെ റൂം രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ചോ. അവിടെ നമ്മൾ വലിയ DBകൾ ഫിറ്റാക്കണം. ഒരു 3 DB മിനിമം 2000 സ്ക്വയർ ഫീറ്റിൽ ഫിറ്റാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് മീറ്ററുകൾ വരികയുണ്ട്, ടൈമർ വരികയുണ്ട്, ഔട്ട് ഡോർ ടൈമർ വരികയുണ്ട്, ലൈറ്റ് ഓഫാക്കാൻ ഓണാക്കണം, പിന്നെ സർജറി പോട്ട് അങ്ങനെയൊക്കെ ഒരുപാട് വരികയുണ്ട്. അപ്പോൾ ഡ്രസ്സ് ചെയ്യാനൊക്കെ നല്ല കണ്ടീഷനായി കണ്ട് വലിയ DB ഫിറ്റാക്കാം. മൂന്നാമത്, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ പണിയെടുപ്പിച്ചുമ്പോൾ വയറിങ്ങുമായി ചെയ്യുന്ന ആളുമായി ഇത് ചെയ്യാണ്ട് അഡാപ്റ്റർ ഉപയോഗിക്കും. ഈ അഡാപ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 25 mm പൈപ്പ് കൊണ്ട് വയറിങ് ചെയ്യാൻ പാടില്ല. 25 mm പൈപ്പ് കേട്ടോ, അതാ 25 mm പൈപ്പ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും, അതിന് നമ്മൾ പൈസ കൂട്ടി കൊടുത്താൽ മതി. 20 mm ഉപയോഗിക്കരുത്. 20 mm എവിടെയെങ്കിലും ഒരു ബൾബിന് 2 കേബിളോ 3 കേബിളോ പോകുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ഉപയോഗിക്കാം. ഇതാണ് വേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണാൻ വെച്ചെങ്കിൽ. ഓക്കെ.